ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വിപണിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന വിദേശ സ്ഥാപനങ്ങളെയാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യക്ക് പുറത്ത് ആസ്ഥാനമുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളോ താമസമാക്കിയിട്ടുള്ള വ്യക്തികളെയോ ഒക്കെ FII വിഭാഗത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇന്ത്യൻ മൂലധന വിപണിയെ ചലനാത്മകമാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന വൻകിട നിക്ഷേപകരാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ പണമൊഴുക്കിന് ഏറെ പ്രസക്തിയാണുള്ളത്. കാരണം ശതകോടികളുടെ നിക്ഷേപമായതിനാൽ തന്നെ ഓരോ സെക്ടറിനെ കുറിച്ചും ആഴത്തിലും വിശദമായും ഒക്കെ പഠിച്ചതിന് ശേഷമായിരിക്കും നിക്ഷേപ സംബന്ധമായ തീരുമാനം അവർ കൈക്കൊള്ളുന്നത്. അതിനാൽ വിദേശ നിക്ഷേപകരുടെ സാന്നിധ്യം ഓഹരിയിലോ സെക്ടറിലോ വർദ്ധിക്കുന്നതിനെ പോസിറ്റീവ് ലക്ഷണമായും അവർ വിറ്റൊഴിയുന്നതിനെ നെഗറ്റീവ് ഘടകവുമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും വിദേശ നിക്ഷേപകരുടെ നിക്ഷേപ സംബന്ധമായ തീരുമാനങ്ങൾക്ക് ആഭ്യന്തര വിപണിയുടെ പൊതു അന്തരീക്ഷത്തെയും ഗതിവേഗത്തെയും സ്വാധീനിക്കാൻ പ്രാപ്തിയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഈ ഒരു പശ്ചാത്തലത്തിൽ 2025 കലണ്ടർ വർഷത്തിന്റെ ആദ്യ പകുതിയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 6 ഓഹരി വിഭാഗങ്ങളിൽ നിന്നും വിദേശ നിക്ഷേപകർ 1 ലക്ഷം കോടിയിലധികം രൂപയുടെ ഫണ്ട് പിൻവലിച്ചതായി കാണാൻ സാധിക്കും. കഴിഞ്ഞ 6 മാസത്തിനിടെ വിദേശ നിക്ഷേപകർ ഏതൊക്കെ സെക്ടറുകളിൽ നിന്നുള്ള ഓഹരികളെയാണ് ഒഴിവാക്കിയത് എന്നും ഇതിൽ നിന്നും സാധാ നിക്ഷേപകർ എന്ത് മനസ്സിലാക്കണം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനമായും കൺസ്യൂമർ ഡ്യൂറബിൾസ്, പവർ, കൺസ്യൂമർ സർവീസസ്, ഓട്ടോമൊബൈൽ, FMCG, IT തുടങ്ങിയ 6 വിഭാഗങ്ങളിൽ നിന്നുള്ള ഓഹരികളെയാണ് കഴിഞ്ഞ 6 മാസത്തിനിടെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഏറ്റവും അധികം വിറ്റ് ഒഴിവാക്കിയത്. 2025 ജനുവരി മുതൽ ജൂൺ 15 വരെയുള്ള കണക്കുകൾ പ്രകാരം 1,05,300 കോടി രൂപയുടെ മൂല്യം വരുന്ന ഓഹരികളെയാണ് ഈ 6 സെക്ടറുകളിൽ നിന്ന് വിദേശ നിക്ഷേപകർ ഒഴിവാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും അധികം വിൽപ്പന നടന്നത് IT സെക്ടറിലായിരുന്നു. ഇവിടെ നിന്ന് മാത്രം 33,479 കോടി രൂപയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ ഇതിനകം വിറ്റ് ഒഴിവാക്കിയിരിക്കുന്നത്. സമാനമായി FMCG സെക്ടറിൽ നിന്നും 17,819 കോടി രൂപയും, ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് 16,058 കോടി രൂപയും, കൺസ്യൂമർ സർവീസസ് സെക്ടറിൽ നിന്ന് 14,417 കോടി രൂപയും, പവർ സെക്ടറിൽ നിന്ന് 12,231 കോടി രൂപയും, കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറിൽ നിന്ന് 11,296 കോടി രൂപയുടെ മൂല്യമുള്ള ഓഹരികളുമാണ് വിദേശ നിക്ഷേപകർ വിറ്റ് ഒഴിവാക്കിയിരിക്കുന്നത്. അതുപോലെ കൺസ്ട്രക്ഷൻ സെക്ടറിൽ നിന്ന് 9,322 കോടി രൂപയുടെയും, ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്ന് 9,048 കോടി രൂപയുടെയും ഓഹരികൾ വിദേശ നിക്ഷേപകർ ഒഴിവാക്കിയിരിക്കുകയാണ്. ഒരു സമയത്ത് താരതമ്യേന സ്ഥിരതയാർന്നതും ഘടനാപരമായി ദീർഘകാല സാധ്യതകളുണ്ട് എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സെക്ടറുകളിൽ നിന്നുപോലും വിദേശ നിക്ഷേപകർ ഫണ്ട് പിൻവലിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ ഓഹരികളുടെ അധികരിച്ച മൂല്യപതിപ്പ്, ആഗോള സമ്പദ്ഘടനയിലെ അനിശ്ചിതത്വങ്ങൾ, കമ്പനികളുടെ വരുമാന വളർച്ച തുടങ്ങിയ അടിസ്ഥാനപരമായ ഘടകങ്ങൾ മുൻനിർത്തിയാണ് ഈ വിൽപ്പന എന്ന് നമുക്ക് മനസ്സിലാക്കി വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിക്ഷേപകരുടെ ലാഭമെടുപ്പിനേക്കാൾ ഉപരിയായി ഘടനാപരമായ അപകട സാധ്യതയാണ് വിദേശ നിക്ഷേപകരെ വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിദേശ നിക്ഷേപകരുടെ വിൽപ്പന ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അവർ എല്ലാ നിക്ഷേപവും പിൻവലിക്കുന്നില്ല എന്നും പകരം ആ ഫണ്ടിന്റെ ഒരു ഭാഗം മറ്റ് സെക്ടറുകളിലേക്ക് വഴിമാറ്റി വിടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ വിദേശ നിക്ഷേപകർ ഏറ്റവും അധികം വാങ്ങിക്കൂട്ടിയ ഓഹരികൾ ടെലികോം സെക്ടറിൽ നിന്നുമാണ്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 23,065 കോടിയുടെ ടെലികോം ഓഹരികളാണ് വിദേശ നിക്ഷേപകർ സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് 9,465 കോടി രൂപയുടെയും, യൂട്ടിലിറ്റി സെക്ടറിലേക്ക് 7,351 കോടിയുടെയും, കെമിക്കൽ സെക്ടറിലേക്ക് 4,863 കോടി രൂപയുടെയും നിക്ഷേപം ഒരുക്കിയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള പിന്തുണയെ വിസ്മരിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിലും IT, FMCG, ഓട്ടോ പോലെയുള്ള സെക്ടറുകൾ കേന്ദ്രീകരിച്ച് വിദേശ നിക്ഷേപകർ നടത്തിയ വിൽപ്പനയുടെ തീവ്രതയും തോതും പഠന വിധേയമാക്കുന്നത് ഗുണകരം തന്നെയായിരിക്കും. വിദേശ നിക്ഷേപകരുടെ വിൽപ്പനയുടെയും വാങ്ങലിന്റെയും കഴിഞ്ഞ 6 മാസത്തിനിടയിലെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കയറ്റുമതിയിൽ ആശ്രയിക്കുന്ന സെക്ടറുകളിൽ നിന്നാണ് പ്രധാനമായും നിക്ഷേപം പിൻവലിക്കപ്പെടുന്നത് എന്നും, മറുവശത്ത് ആഭ്യന്തര ഉപഭോഗത്തിൽ അധിഷ്ഠിതമായ സെക്ടറുകളിലേക്കാണ് നിക്ഷേപം വന്നിരിക്കുന്നത് എന്നും കാണാൻ സാധിക്കും. അതിനാൽ നിക്ഷേപകരുടെ കൈവശമുള്ള ഓഹരികളുടെ ഇപ്പോഴത്തെ മൂല്യപതിപ്പ്, വരുമാന വളർച്ചയെക്കുറിച്ചുള്ള അനുമാനം, ഭാവി വളർച്ചാ സാധ്യത എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായ ഘടകങ്ങളിലെ വിശകലനം ഗുണകരം തന്നെയായിരിക്കും.